സംസ്ഥാനത്തെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ. 2025ഓടെ സംസ്ഥാനത്തെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മലയോര തീരദേശ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തീരദേശ ഹൈവേക്ക് ഭൂമി വിട്ടു നൽകുന്നവർക്ക് മികച്ച നഷ്ടപരിഹാര പാക്കേജാണ് സർക്കാർ നൽകുക. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുനരധിവാസം ആവശ്യമുള്ളവർക്ക് നഷ്ടപരിഹാരവും നൽകും. മുൻ സർക്കാരുകളുടെ കാലത്ത് അസാധ്യമെന്ന് കരുതി മാറ്റിവെച്ച ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ സധൈര്യം ഏറ്റെടുത്ത സർക്കാരാണിതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കലിന് മതിയായ തുക നൽകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചപ്പോഴും ദൃഢനിശ്ചയത്തോടെ സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയി. ഭൂമി ഏറ്റെടുക്കലിന്റെ 25% തുകയും സ്വയം സ്വരൂപിച്ച ഏക സംസ്ഥാനമാണ് കേരളമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലും സമാനതകളില്ലാത്ത വികസനമൊരുക്കി. പൊഴിക്കര ബീച്ച് ടൂറിസം പ്രവർത്തനം പുരോഗമിക്കുന്നു. നിയോജക മണ്ഡലത്തിൽ 149 കിലോമീറ്റർ വരുന്ന റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തി. കൂടാതെ പാരിപ്പള്ളി, ബ്ലോക്ക് മരം, ഊന്നിൻമൂട്, പൂതക്കുളം, ഇടയാടി റോഡുകളുടെ വികസനത്തിന് 10 കോടി രൂപ അനുവദിച്ചു. കുളമട, പള്ളിക്കൽ, പുലിക്കുഴിത്തടം, പാരിപ്പള്ളി, പരവൂർ, ചാത്തന്നൂർ, മനയത്ത് പാലം, ചാത്തന്നൂർ, വെളിനല്ലൂർ, കല്ലുവാതുക്കൽ, ചെങ്കുളം, വേളമാനൂർ, ചെന്തിപ്പിൽ, ആറയിൽ, ഞവരൂർ കടവ്, പരവൂർ, നെല്ലേറ്റിൽ തുടങ്ങി പ്രധാനപ്പെട്ട റോഡുകളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കി. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. പൊതുമരാമത്ത്, ടൂറിസം മേഖല ഉൾപ്പെടെ വികസനത്തിന്റെ സമഗ്ര മേഖലകളിലും സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഓരോ പദ്ധതികൾക്കും ഊർജം ജനങ്ങൾ നൽകുന്ന പിന്തുണയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ക്വൈലോൺ സഹകരണ സ്പിന്നിംഗ് മൈതാനിയിൽ സംഘടിപ്പിച്ച ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സംസാരിക്കുന്നതിനിടെയാണ് സംസ്ഥാന ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചത്.